നാടിനൊപ്പം തിരുവോണം കൊണ്ടാടി പ്രവാസ ലോകവും. ദുബായ് ഉൾപ്പെടെ പ്രധാന ഗൾഫ് നഗരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേരുന്ന ഓണാഘോഷ പരിപാടികളാണ് നടന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ കേരളത്തിലെ കോളേജ് അലൂമിനികളുടെ വിപുലമായ ഓണാഘോഷവും നടന്നു. MCA നാസറുണ്ട് ഈ വിവരങ്ങൾ പങ്കുവെക്കാനായി. MCA, ഓണാഘോഷത്തിന്റെ ത്രില്ലിലാണോ? പതിവിൽ നിന്ന് വിപരീതമായി MCA കുർത്തയൊക്കെ വളരെ ചെത്ത് സ്റ്റൈലിലാണല്ലോ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് പ്രവാസ ലോകത്തെ ഓണാഘോഷമൊക്കെ? നാടിനൊപ്പം തന്നെ തിരുവോണം വളരെ സമുചിതമായിട്ട് ആഘോഷിക്കാൻ സാധിച്ചതിൻ്റെ ത്രില്ലിലാണ് ഗൾഫിലെ മലയാളികളും. പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്, വാരാന്ത്യ അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ദുബായ് ഉൾപ്പെടെയുള്ള UAE എല്ലാ എമിറേറ്റുകളിലും അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും വിപുലമായ തോതിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ. രാവിലെ തന്നെ ഇപ്പോൾ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണെങ്കിൽ രാവിലെ 8 മണിയോടുകൂടി ദുബായ് അക്കാഫ് അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടികൾ തുടങ്ങി. ഷാർജ എക്സ്പോ സെൻറ്ററിൽ വിപുലമായിട്ടുള്ള മറ്റൊരു ഓണാഘോഷ പരിപാടിയും അരങ്ങേറിയിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ, കേരളത്തിൻ്റേതായിട്ടുള്ള സാംസ്കാരിക ചേരുവകളും അതോടൊപ്പം തന്നെ സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓണാഘോഷം കൂടിയായിരുന്നു അരങ്ങേറിയുന്നത്. പിന്നെ കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഉൾപ്പെടെ കുടുംബസമേതം തന്നെയാണ് ഈ വിവിധ ഗൾഫ് നഗരങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ എല്ലാവരും സജീവമായിട്ട് പങ്കെടുത്തത്. ഇത്രയധികം ആഘോഷങ്ങൾ ഇത് എങ്ങോട്ട് നോക്കണമെന്ന് അറിയാത്ത രീതിയിലാണ് പരിപാടികൾ. എല്ലാവരുടെയും 4 പുറത്തും സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫുൾ ഓൺ ഹാപ്പനിങ്, ഫുൾ എന്റർടൈൻമെന്റ് ആണ്. നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പോലെ തോന്നുന്നില്ല. നാട്ടിലത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എല്ലാവരും അതേ ഒരു വൈബും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. മലയാളികൾ എവിടെ പോയാലും ഓണം ആഘോഷിക്കണം. അപ്പോൾ അവർക്ക് എവിടെ ചെന്നാലും ഓണം ഉണ്ടെങ്കിൽ അവിടെ ഒരു കേരളം ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ ദുബായിൽ വന്നിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ UAE ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ പുറമുള്ള നാഷണാലിറ്റികൾ പറയുന്നേക്കാം ഇവിടെയാണ് കേരളം മൊത്തം ഇവിടെയാണെന്ന്. അപ്പോൾ ആ കേരളം കംപ്ലീറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഓണം കൂടെ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീഷൻ കിട്ടിയെന്നുള്ളൂ. ഓഫീസുകളൊക്കെ അവധിയായതുകൊണ്ട് പിന്നെ വലിയ തോതിൽ തന്നെ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പങ്കാളിത്തം ഇത്തവണത്തെ ഓണാഘോഷ പരിപാടിയിൽ ഉണ്ടായി എന്നതാണ് ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. ക്യാമറ പേഴ്സൺ യാസർ അർഫാത്തിനൊപ്പം MCA നാസർ, മീഡിയ 1, ദുബായ്.